നമ്മുടെ നീറ്റ് എക്സാമിന് ഒരു 7.5 മാസം മുന്നിലുണ്ട്. ഇത്രയും കാലം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് കിട്ടാണ്ടാവുമ്പം അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റാതാവുമ്പം നമ്മൾ കണ്ടെത്തുന്നൊരു എക്സ്ക്യൂസാണ്, ജസ്റ്റ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഒരു ട്രാക്കിൽ കയറുന്ന സമയം വേണ്ടേ. അപ്പം മേ ബി നിങ്ങൾ പ്രശ്നം ഭയങ്കര പഠിക്കാൻ പറ്റാണ്ടാവുന്ന സമയത്ത് നിങ്ങളുടെ മെൻറ്റേഴ്സോ ക്ലാസ് ടീച്ചേഴ്സോ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും ജസ്റ്റ് ട്രാക്കിൽ കയറാൻ എടുക്കുന്ന സമയം അത്രയെങ്കിലും വേണ്ടേ. പക്ഷേ ഇനി നമുക്ക് ആകെ ഒരു 7.5 മാസമുള്ളൂ. നിങ്ങൾ ട്രാക്കിൽ കയറിയോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല, എൻ്റെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സ് ആർക്കൊന്നും എനിക്കറിയില്ല. ബട്ട് എനിവേ നിങ്ങൾക്ക് ഇനി മുന്നിൽ വെറും 7.5 മന്ത്സിൻ്റെ അടുത്ത് മാത്രമേ ബാക്കിയുള്ളൂ. അത് നിങ്ങൾ കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് ഈ സമയം പോകും. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതുവരെ ഒന്നും തുടങ്ങാത്ത ആളാണെങ്കിൽ പോലും ഇനി പ്രോപ്പറായിട്ട് പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ ആ ഒരു 7.5 മന്ത്സ് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ 300-ലോ 400-ലോ 200-ലോ നിൽക്കുന്ന ആളായിക്കോട്ടെ, ലാസ്റ്റ് ഒരു 650 അല്ലെങ്കിൽ 680 എത്തിക്കാനുള്ള അത്രയും സമയവും മുന്നിലുണ്ട്. ഞാൻ വളരെ ഓണസ്റ്റ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. കാരണം ഞാൻ റിപ്പീറ്റ് ചെയ്തത് ടോട്ടൽ 11 മന്ത്സ് ആണ് റിപ്പീറ്റേഴ്സ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടായിരുന്നത്. ആദ്യത്തെ ഒരു 3 മാസം വീട്ടിലായിരുന്നു, ഓൺലൈനായിട്ടാണ് പഠിച്ചത്, നന്നായി ഉഴപ്പിയിട്ടുണ്ട്. ലാസ്റ്റ് ഒരു 8 മന്ത്സ് ആണ് ഞാൻ ഓഫ്ലൈനായിട്ട് ഹോസ്റ്റലിൽ പോയിട്ടിരുന്നത് പഠിച്ചത്. ആ സമയത്ത് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് പഠിച്ചു. അപ്പോൾ എനിക്ക് ശരിക്കും ആ ഒരു കറക്റ്റ് ഇങ്ങനെ പറയാൻ പറ്റും, ആദ്യത്തെ 3 മാസം കംപ്ലീറ്റ്ലി ഉഴപ്പി, ലാസ്റ്റ് 8 മാസം അത്രയും ഹാർഡ് വർക്ക് ഇട്ട് പഠിച്ചു. അപ്പോൾ നിങ്ങൾ ഇപ്പം ഏത് സ്റ്റേറ്റിലാണ് ഉള്ളതെന്ന് എനിക്കറിയില്ല. മേ ബി നന്നായി പഠിക്കുന്ന കുട്ടികളുണ്ടാവും, അത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. എന്നാലും ചില ആൾക്കാർ പഠിക്കുന്നുണ്ട് ബട്ട് ഒരു കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ ഇരുന്നിട്ട് പഠിക്കുന്നില്ല എന്ന് തോന്നുന്നവരുണ്ടാവും. പക്ഷേ നിങ്ങളുടെ സമയം അതിക്രമിച്ച് കഴിഞ്ഞു. ഇനി നിങ്ങൾ പ്രോപ്പറായിട്ട് ലൈക്ക് ഫുൾ എഫേർട്ട് ഇട്ട് പഠിക്കാനുള്ള സമയം ആയിക്കഴിഞ്ഞു. അപ്പം നിങ്ങളുടെ ഡെയിലി പഠിക്കുന്ന ടാർഗറ്റ്സ് കൂട്ടുക, ഡെയിലി പഠിക്കുന്ന ആഴ്സ് കൂടുതൽ ഫോക്കസ്ഡ് ആക്കിയിട്ട് മാറ്റാൻ നോക്കുക, കൂടുതൽ ഇഫക്റ്റീവ് ആക്കിയിട്ട് മാറ്റാൻ നോക്കുക. ഇനി ഇതുവരെ ഒന്നും പഠിക്കാണ്ട് സ്ട്രെസ് അടിച്ച് നിൽക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. ഇനി പഠിച്ചു തുടങ്ങിയാൽ കിട്ടുമോ? എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ കിട്ടും, ബട്ട് ഇപ്പം തന്നെ റൈറ്റ് നൗ യു ഹാവ് ടു സ്റ്റാർട്ട്. ഓക്കെ, ഇനി ഒരു 7.5 മാസം കഴിഞ്ഞ് നീറ്റ് എക്സാമൊക്കെ എഴുതി ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷനൊക്കെ കിട്ടി, നിങ്ങളുടെ ഡ്രീം കോളേജ് ഏതായിക്കോട്ടെ അവിടെ അഡ്മിഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ചു. എത്ര ഹാപ്പി ആയിരിക്കും നിങ്ങളുടെ പാരൻസ് എത്ര ഹാപ്പി ആയിരിക്കും, നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും, നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ അത്രയും സന്തോഷമുള്ളൊരു ന്യൂസ് ആയിരിക്കും നിങ്ങളൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കയറി എന്നുള്ളത്. ഞാൻ വളരെ ഓണസ്റ്റായിട്ട് പറയാണ്, കുറച്ച് കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഈ ഒരു സെൽഫിൻ്റെ അടുത്ത് താങ്ക്ഫുൾ ആയിരിക്കും. ഈ ഒരു സെൽഫിനെ കുറിച്ച് ആലോചിച്ചിട്ട് അഭിമാനമായിരിക്കും നിങ്ങൾക്ക്. അന്ന് ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്തത് കൊണ്ടാണ് ഇന്ന് എനിക്കിപ്പം ഈ ഒരു പൊസിഷനിൽ എത്താൻ പറ്റിയത് എന്ന് നിങ്ങൾ അഭിമാനത്തോടെ ആൾക്കാരുടെ അടുത്ത് പറയുന്ന ഒരു മൊമെൻറ്റ് വരും. അപ്പം അങ്ങനെ അന്ന് പറയണമെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കംപ്ലീറ്റ് ഫുൾ എഫേർട്ട് ഇട്ടിട്ട് പഠിച്ചേ മതിയാവുള്ളൂ. പിന്നെ ഇനി 7.5 മാസം ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് ചെയ്യാൻ തുടങ്ങിക്കോ. ഇനി ഞാൻ ട്രാക്കിൽ കയറുന്നേ ഉള്ളൂ, എനിക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റണില്ല, ഇങ്ങനെ എക്സ്ക്യൂസസ് അല്ല നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. എന്നെക്കൊണ്ട് പറ്റും, ഞാനത് ചെയ്തേ മതിയാവുള്ളൂ, ഇറ്റ്സ് എ മസ്റ്റ് ഫോർ മീ. ആ രീതിക്ക് കംപ്ലീറ്റ് എഫേർട്ട് ഇട്ടിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാനിരിക്കുക. പിന്നെ ചെയ്യേണ്ട കാര്യം, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ ഒരു പീരീഡിൽ എല്ലാ 3 സബ്ജക്ട്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് കുറച്ചുകൂടെ അധികം ഫോക്കസ് കൊടുത്ത് ഫിസിക്സും ഫിസിക്കൽ കെമിസ്ട്രിയും ഒക്കെ പഠിച്ചോളൂ. കാരണം റിവിഷൻ്റെ ടൈമിലൊക്കെ നമ്മൾ ബയോളജിയൊക്കെ നമുക്കൊന്ന് വായിച്ചാൽ തന്നെ വേഗം അത് ക്യാച്ചപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇപ്പം നമുക്ക് കുറച്ചൊക്കെ ഒരു കംപ്ലീറ്റ് പക്ക ഇരുന്ന് പഠിക്കാത്തൊരു സബ്ജക്റ്റ് ബയോളജി ആണെന്ന് വിചാരിക്കും. പക്ഷെ അത് നമ്മൾ റിവിഷൻ്റെ സമയത്ത് 2-3 തവണ വായിച്ചാൽ തന്നെ അത് മേ ബി ഓക്കെ ആക്കി എടുക്കാൻ പറ്റും. പക്ഷേ ഫിസിക്സ് അങ്ങനെ ആവണമെന്നില്ല. ഫിസിക്സ് നമ്മൾ ഇപ്പോഴേ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് അതിൻ്റെ ഡെപ്തിലിരുന്ന് പഠിച്ചാൽ മാത്രമാണ്. റിവിഷൻ്റെ സമയത്ത് നമ്മൾ സ്പീഡിലിരുന്ന് പഠിച്ച് പോകേണ്ടി വരും, സ്പീഡിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പോകേണ്ടി വരും. അപ്പം ഇപ്പോഴേ ഫിസിക്സും ഫിസിക്കൽ കെമിസ്ട്രി അതുപോലെ കുറച്ച് സമയം എടുത്ത് പഠിക്കേണ്ടത്. എനിക്കറിയില്ല, നിങ്ങളുടെ ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ച് പഠിച്ചോട്ടോ. നിങ്ങൾക്ക് ഇപ്പം ബയോളജിയാണ് ഭയങ്കര ടഫ് എന്ന് വെച്ചാൽ ഇപ്പോൾ ബയോളജിയോ നോക്കിക്കോളൂ. നിങ്ങൾക്ക് കൂടുതൽ ഡിഫിക്കൽട്ടായിട്ടുള്ള സാധനങ്ങൾ ചാപ്റ്റേഴ്സൊക്കെ ഇപ്പം തന്നെ ഒന്ന് പ്രോപ്പറായിട്ട് പഠിച്ചു കൊണ്ടുപോയാൽ നല്ലതായിരിക്കും. റിവിഷൻ ടൈമിൽ നമുക്ക് ഇത്ര ഡെപ്തിലിരുന്ന് പഠിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഫിസിക്സ് ഇപ്പോൾ കുറച്ചൊന്ന് ഫോക്കസ് ചെയ്തോളൂ എന്ന് പറഞ്ഞത്. എന്ന് വെച്ച് ബയോളജി ഫോക്കസ് ചെയ്യരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല. 3നും ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെയാണ്. ബട്ട് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഇപ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് പഠിച്ചാൽ ബെറ്റർ ആയിരിക്കും. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുക, നല്ല പോസിറ്റീവായിട്ട് എപ്പോഴും എന്നെക്കൊണ്ട് ഇത് പറ്റും എന്നുള്ള രീതിക്ക് എപ്പോഴും സ്റ്റേ മോട്ടിവേറ്റഡ്.
എന്തായാലും നിങ്ങൾക്ക് കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്.